ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ള മതം പണമാണ്. മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന, മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു സത്യമതം, സത്യവിശ്വാസം പണമാണ്. ഇത് പറയുമ്പോൾ മതവിശ്വാസികൾ, എല്ലാ മതവിശ്വാസികളും ഒന്നടങ്കം സ്നേഹത്തോടെ ചാടി വീഴും. ഇല്ല, ഇവിടെ അങ്ങേക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ മതത്തിൽ മതവിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനാണ് പ്രാധാന്യം, പണത്തിനല്ല പ്രാധാന്യം എന്ന് അവർ സ്നേഹത്തോടെ ചാടി വീണ് തർക്കിക്കാൻ നിൽക്കും. ഒരിക്കലുമല്ല, തരി പോലുമല്ല. തെളിവ് തരാം. വിവാഹം ആലോചിച്ച് ചെല്ല്, കല്യാണം ആലോചിച്ച് ചെല്ല്, അപ്പറിയാം യഥാർത്ഥ വിവരം. മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന, മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന സത്യമതം പണമാണ് എന്നുള്ളത്. ഉറച്ച വിശ്വാസിയായ, ഏത് മതമാകട്ടെ, ഉറച്ച വിശ്വാസിയായ ഒരു ഒറ്റമുറി വാടക വീട്ടിൽ താമസിക്കുന്ന, ഞാൻ ചെറിയ സാമ്പത്തിക അന്തരമല്ല സൂചിപ്പിക്കാൻ പോകുന്നത്, ഒരു ഒറ്റമുറി വാടക വീട്ടിൽ താമസിക്കുന്ന തീർത്തും ദരിദ്രനായ ഒരു കൂലിപ്പണിക്കാരൻ മനുഷ്യൻ തൻ്റെ ഉറച്ച വിശ്വാസിയായ, ഉറച്ച മതവിശ്വാസിയായ കൂലിപ്പണിക്കാരൻ ദരിദ്രനായ വിവാഹപ്രായമായ മകനെയും കൊണ്ട് അതേ മതത്തിലുള്ള ഉറച്ച വിശ്വാസിയായ 500 കോടി ആസ്തിയും 5 ബെൻസും 5 ഷോപ്പിംഗ് മാളും ഉള്ള ധനികന്റെ വീട്ടിൽ പോയിട്ട്, നമ്മുടെ മതത്തിൽ വിശ്വാസത്തിനല്ലേ പ്രാധാന്യം, പണത്തിനല്ലല്ലോ, അതുകൊണ്ട് അങ്ങയുടെ മകളെ എൻ്റെ ഒറ്റമുറി വാടക വീട്ടിലേക്ക് ഈ ഉറച്ച വിശ്വാസിയായ എൻ്റെ മകന് വിവാഹം കഴിച്ച് നൽകാമോ എന്ന് ചോദിച്ചാൽ, ഉപദ്രവിക്കാതെ സ്ഥലം കാലിയാക്കി തരാമോ എന്ന് ചോദിക്കും. കൂടുതൽ ഡയലോഗ് അടിച്ചാൽ, നമ്മുടെ മതപുരോഹിതൻ പണമല്ല പ്രധാനം, വിശ്വാസമല്ലേ പ്രധാനം എന്നൊക്കെ പറഞ്ഞുവല്ലോ എന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാൽ അടിയും പൊട്ടാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ, സത്യമല്ലേ? ചിന്തിക്കൂ. അവിടെ പണമൊപ്പമുണ്ടെങ്കിലേ മതമൊപ്പമാകൂ. പുറമേ നിന്ന് മേനി പറയാനും നാട്യം പറയാനും എളുപ്പമാണ്. കാര്യത്തോടെടുക്കുമ്പോൾ അവിടെയാണ് വിവാഹം ആലോചിച്ച് ചെല്ലൂ, അപ്പോഴറിയാം വിവരം. അപ്പോൾ മതമൊപ്പമായതുകൊണ്ട് കാര്യമില്ല, പണമൊപ്പമുണ്ടെങ്കിലേ മതമൊപ്പമാകൂ. അഭിമാനകരമായ ജീവിതത്തിന്, അതെ, വെറുതെ മേനി പറഞ്ഞിട്ടും ജാട പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. അവിടെ വിശ്വാസം പണമായി മാറും. ഒരു മതവിശ്വാസമായതുകൊണ്ട് ഒറ്റമുറി വാടക വീട്ടിലേക്ക് ഒരു 500 കോടി ആസ്തിയുള്ള ധനികനും മകളെ ആ വിശ്വാസിക്കൊപ്പം പോയി ജീവിച്ചോളൂ എന്ന് കൈപിടിച്ച് മകളെ കൊടുക്കില്ല. ഒളിച്ചോട്ടവും തട്ടിക്കൊണ്ടുപോകലോ എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ന്യായമായി ഒരു അതിസമ്പന്നനും 500 കോടി ആസ്തിയുള്ള, ചെറിയ അന്തരമല്ല, 500 കോടി ആസ്തിയുള്ള ധനികൻ ഒറ്റമുറി വാടക വീട്ടിലെ ദരിദ്രനായ കൂലിപ്പണിക്കാരന് ഉറച്ച മതവിശ്വാസിയാണ് എന്നതുകൊണ്ട് മാത്രം പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കില്ല. ഇതാണ് വ്യക്തമായി പറയുന്നത്. പണമൊപ്പം ഉണ്ടെങ്കിലേ മതമൊപ്പമാകൂ. അഭിമാനകരമായ ജീവിതത്തിന് ആവോളം പണം സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യമായ മാർഗം. പണവും സമ്പത്തും നേടാൻ പഠിപ്പിക്കുന്ന 3 ദിവസ സൂം ലൈവ് ഫ്രീ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പേരും സ്ഥലവും വാട്സപ്പ് ചെയ്യുക. താങ്ക്